വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ നിങ്ങളുടെ സായിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടോപ്പിക് കൊണ്ടാണ്. ഓക്കെ, അടിപൊളി ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ തന്നെ, ആ പേര് കേട്ടാൽ തന്നെ വിചാരിക്കും ഇതെന്തൊക്കെയായി കൊച്ചി പറയുന്നത് ഇന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ടോപ്പിക് കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെഡ് ക്രംബിങ്. അത് നല്ലൊരു അടിപൊളി കണ്ടന്റ് ആണല്ലോ സായിയെ. ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അടിപൊളിയായിരിക്കില്ലേ? അയ്യേ കൊച്ചാ, അതല്ല ബ്രെഡ് ക്രംബിങ് എന്ന് വെച്ചാൽ ആ ബ്രെഡ് ക്രംബിങ് അല്ല. ഈ ബ്രെഡ് ക്രംബിങ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ടൈപ്പ് ഓഫ് ഗോസ്റ്റിംഗ്. ഓക്കെ, ഗോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ വിചാരിക്കാം, നീ ഒരു ATM കാർഡാണ്. ഓക്കെ, ഇപ്പോൾ ഒരാള് നീ ഒരാളുടെ ഒരു ATM കാർഡാണെങ്കിൽ നിന്നെ അവർ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു. പൈസ വേണം എന്നുള്ള അത്യാവശ്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? പോയി ഇതാക്കുന്നു, അതിനകത്ത് നിന്ന് പൈസ എടുക്കുന്നു. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അവരവരുടേതായിട്ട് GPay ചെയ്തിട്ട് അങ്ങനെ ഇതാക്കുന്നു അല്ലേ? അത് ആ സമയത്ത് ആവശ്യമില്ല, നിന്നെ ആവശ്യമില്ല, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? GPay വെച്ച് ചെയ്യുന്നു. പക്ഷെ നിന്നെ ആവശ്യമായിട്ടുള്ള സമയത്ത് പൈസ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? നേരെ വരുന്നു, ATM കാർഡിൽ മറ്റേ ATM ഇതിൽ വന്നതിന് ശേഷം ATM കാർഡ് ഇട്ടിട്ട് ഇതാക്കി എടുക്കണം അല്ലേ? അത് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇത് നീ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നിന്നിട്ട് കളയാനും പറ്റില്ല. അങ്ങനെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബ്രെഡ് ക്രംബിങ് എന്ന് പറയാം. ഓക്കെ, ഒരാള് എന്ത് ചെയ്യാണ്? അതായത് അയാൾക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അപ്പൊ നീ വേണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ ഉപയോഗിക്കും. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അതവിടെ വിട്ടിട്ട് അവരവരുടെ ജീവിതം നോക്കി മറ്റേ ഫോൺ പേയും GPayയും വെച്ച് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലൈഫ് മുന്നോട്ട് പോകും. ഇതിനെയാണ്, അതായത് നിനക്ക് അവിടെ എന്താണ് ഈ സാധനം? എന്താ? ഒരു ഗോസ്റ്റിംഗ് ആണ്. അതായത് ആളവിടെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്താ പറയാ? ബ്രെഡ് ക്രംബിങ് എന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തത് എന്നുള്ളതാണ് അടുത്ത കാര്യം അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡിലിൽ കിടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതായത് ഞങ്ങൾ എന്താ പറയുക, ഈ 2000-ന് ശേഷമുള്ള, അതായത് 2K കിഡ്സിലേക്കും പെടത്തില്ല, എന്നാൽ 90s കിഡ്സിലേക്കും പെടത്തില്ല. അതായത് ഈ 1997 തൊട്ടിട്ട് ഏകദേശം 2003 വരയ്ക്കുള്ള ഈ നടുവിൽ കിടക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഈ ആൾക്കാരാണ് ഈ നടുവിൽ കിടക്കുന്ന നടുക്കഷ്ണം എന്ന് പറയുന്നത്. എനിക്കറിയാം സിറ്റുവേഷൻ. നടുക്കടലിലെ കപ്പലെ ഇറങ്ങി തല്ല മുടിയുമാ. അത് ദാറ്റ്സ് റൈറ്റ് എക്സാക്ട്ലി. അതായത് ശരിക്കും കടലിന്റെ നടുവിൽ കിടക്കാണ്. ഇപ്പുറത്തും അല്ല ഞങ്ങൾ, അപ്പുറത്തും അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കറക്റ്റ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ആക്ച്വലി ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബ്രെഡ് ക്രംബിങ് ഒക്കെ, ഇതൊക്കെ ആക്ച്വലി വന്നിട്ട് 2K കിഡ്സിന്റെ വാക്കുകളാണ്, അവരുണ്ടാക്കുന്ന വാക്കുകളാണ് ഇതെന്ന് പറയുന്നത്. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാതരം ഫ്രണ്ട്ഷിപ്പിനകത്തായിക്കോട്ടെ, ഏത് തരം ബോണ്ടിനകത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബ്രെഡ് ക്രംബിങ് എന്ന് പറയുന്നതൊക്കെ. ഈ പുതിയ ജനറേഷൻ്റെ ഒരു പേരുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. പുതിയ ജനറേഷന്റെ പേരാണ് ജെൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ സെറ്റ്. ഓക്കെ, സോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടുമ്പുറത്ത് അത്ര വലുതായിട്ട് കാണത്തില്ല. അതായത് എന്താ പറയുക, ഇത് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുള്ള ആൾക്കാരുകളാണ്, അതായത് അങ്ങനെയുള്ള ആൾക്കാരുടെയിലാണ് ഞാൻ ഈ കൂടുതലായിട്ട് ഇത് കണ്ടുവന്നിരിക്കുന്നത്, ഈ ബ്രെഡ് ക്രംബിങ്ങും ഒക്കെ. സോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം അതായത് അതായത് 2K കിഡ്സ് ആണെങ്കിൽ പോലും ഇതെന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ 2K കിഡ്സ് ലൈക്ക് എന്താ പറയുക, ഈ നടുവിൽ കിടക്കുന്ന ഞങ്ങളെ പോലുള്ള ഇത് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജനറേഷൻ ഗ്യാപ്പ്, ഞാൻ വിചാരിച്ച ജനറേഷൻ ഗ്യാപ്പ് ഏതാറിയോ? എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും നടുവിൽ എത്രയാണ്? ഒരു 20 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ ഫൈൻ, അതൊരു ജനറേഷൻ ഗ്യാപ്പ്. കാരണം അച്ഛൻ്റെ സമയത്ത് വേറെ തരത്തിലായിരുന്നു, എൻ്റെ സമയത്ത് വേറെ തരത്തിലായിരുന്നു. നമ്മുടെ സമയത്ത് നമ്മൾ വേറെ തരത്തിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ 2004 അല്ലെങ്കിൽ 2005 ജനിച്ച ആൾക്കാർ സംസാരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. വാക്കുകൾ ഇങ്ങനെ ബ്രെഡ് ക്രംബിങ്, സിറ്റുവേഷൻഷിപ്പ്, അതേപോലെ തന്നെ കഫിങ്, ഇതൊക്കെ എന്തോന്ന്, ഫ്ലിങ്ങോ അങ്ങനെ എന്തോ ഒരു സാധനം, ഇതൊക്കെ ബെഞ്ചിങ്, ഇതൊക്കെ എന്താന്ന് തന്നെ നമുക്ക് അറിയാത്ത തരത്തിലുള്ള കുറേ കോൺസെപ്റ്റുകളാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് എന്താ പറയുക, യെറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മുടെ ജനറേഷൻ നമുക്കിത് മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിന് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയാം, പക്ഷെ ഒരു എന്താ പറയുക, നമ്മളൊരു കെയർഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. കാരണം നമ്മൾ അത്രത്തോളം മാനിപ്പുലേഷനിൽ കടന്നു പോകാൻ ചാൻസ് ഹൈ ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ, ഈ കോൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതാണ് മെയിനായിട്ട് പറയാനുള്ളത്.
അപ്പൊ എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് ബ്രെഡ് ക്രംബിങ് എന്താന്ന് വെച്ചാൽ വെൻ ഒരു പേഴ്സൺ വന്നിട്ട് ഒരാളെ അയാൾക്ക് വിടാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ആ ആളുടെ ഇതിന് വേണ്ടിയിട്ട് ആ ആളെ തൻ്റെ ഒപ്പം വേണം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറച്ച് അറ്റൻഷൻ കൊടുത്തിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ATM കാർഡിനെ പോലെ തന്നെ, അതായത് ATM കാർഡ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ATM ചാർജ് നമ്മൾ ATM യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ATM ചാർജ് യൂസ് ചെയ്യില്ല, എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ ATM കാർഡിൽ സ്വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടോ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരെ ഒരു ലൈക്ക് ഞാനുണ്ട് ട്ടാ കൂടെ എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സാധനമാണ്. അതായത് കൈൻഡ് ഓഫ് ഗിവിങ് ഹോപ്പ് ഓൺലി. അപ്പൊ ആ സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രെഡ് ക്രംപിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ എന്ന് വെച്ചാൽ ബ്രെഡ് ക്രംപിങ്ങിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഷാലോ കമ്മ്യൂണിക്കേഷൻ. ഷാലോ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ അതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കാം. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലൈക്ക് ഒരു ഇമോഷൻ ലെസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക. ഇപ്പൊ എന്താ, നമ്മളൊരു വലിയ കാര്യം പറയുകയാണെന്ന് വെച്ചേക്കെ, അവർ പറയാണ് ഇതായിരിക്കും അവരുടെ റെസ്പോൺസ്. നിങ്ങൾ എങ്ങനെ അത് എടുക്കും, വാലിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. അവരുടെ ഷാലോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഷാലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആയിരിക്കില്ല അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുക. ഒരു എന്താ പറയാ, ഇതിങ്ങനെ ഒരു പാസീവ് ടൈപ്പ്, ആക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ലൈക്ക് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ എഫേർട്സ് ഇടുന്നു, അവർ എഫേർട്സ് ഇടുന്നു, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. നിങ്ങൾ എഫേർട്സ് ഇട്ടോണ്ടേ ഇരിക്കും, ഇടുക എന്ന് മാത്രമല്ലാതെ അവിടെ നിങ്ങോട്ട് തരത്തിലുള്ള ഒരു എഫേർട്സും ഉണ്ടാവില്ല. അതായിരിക്കും ഫസ്റ്റത്തെ പറയുന്നത് ഷാലോ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അവർ നിങ്ങളുടെ മുകളിൽ വന്ന് തരുന്ന ആ ഒരു എന്താ പറയാ, മേക്കിംഗ് യു ഫീൽ യു ആർ ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ വേണം പറയാനത്. അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. അത് കൈൻഡ് ഓഫ് ഫ്ലേർട്ടിംഗ് ഉണ്ടാവും. ഫ്ലേർട്ടിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, കോഴിത്തരം, അതാണ് സംഭവം. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയും, നീ ഔട്ട് ഓഫ് മാട്രിക്സ് ആണ്, നീ അങ്ങനെയാണ്, നീ സ്പെഷ്യൽ ആണ്, നീ മറ്റുള്ള എനിക്കുണ്ടാകുന്ന ഡെഫിനിഷൻ തന്നെ നീ വ്യത്യാസമാണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് റിലേഷൻഷിപ്പിൽ മാത്രം ഉണ്ടാവുന്ന കാര്യമല്ല, ഫ്രണ്ട്ഷിപ്പിനകത്ത് ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള എല്ലാതര ബോണ്ടുകളിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ആ ആവശ്യമുള്ള സമയത്ത് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, മറ്റേ അവർ നമ്മളെ പരമാവധി എന്താ പറയാ, നമ്മുടെ ഹൈപ്പറിലേക്ക് എത്തിച്ചു നിർത്തും. അപ്പൊ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുക ആ സമയത്ത്, നമ്മുടെ ഹാപ്പി ഹോർമോൺസും മറ്റേ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ലവ് ഹോർമോൺസും ഒക്കെ അങ്ങോട്ട് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഹൈപ്പർ ആകും. അപ്പൊ ആ ഹൈപ്പർ ആകുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുക, അവരെന്ത് പറയണ കാര്യമോ നമ്മൾ അതങ്ങ് ചെയ്തു കൊടുക്കും. അതാണ് നമ്മൾ വിചാരിക്കും അവര് നമ്മളെ അതായത് അവര് അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ അവർക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളിത് ചെയ്യുക. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് ആവശ്യമാണ് ആ ഒരു കാര്യം നേടിയെടുക്കാൻ മാത്രമായിട്ടായിരിക്കും അവരിത് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ വാക്കുകളും പ്രവർത്തികളും ഒരിക്കലും ഒന്നായിരിക്കില്ല. അവർ നിങ്ങൾക്ക് തരുന്ന കമ്മിറ്റ്മെന്റ്സുകൾ ഒരിക്കലും, അതായത് നിങ്ങൾക്ക് പ്രോമിസസ് തരും അവര്, നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവർ നമ്മളൊപ്പം ഒരുമിച്ച് ചേർന്ന് ഒത്തിരി പ്ലാൻ ഇടും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആക്ഷൻ, അവരൊരിക്കലും ആ ആക്ഷൻസ് ചെയ്യില്ല. അതായത് അവരുടെ വേർഡ്സും അവരുടെ ആക്ഷൻസും എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ത്രാസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ വാക്കുകൾക്ക് മാത്രം എന്തായിരിക്കും, ഭയങ്കര ഇതായിരിക്കും, ലൈക്ക് അത് മാത്രം ഭയങ്കര, അതായത് അവർ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും, നമുക്കത് ചെയ്യാട്ടെ, നമുക്കിത് ചെയ്യാട്ടെ, പക്ഷെ അത് ആക്ഷനിലോട്ട് വരുന്ന സമയത്ത് അവർ ഒരിക്കലും ആ സംഭവങ്ങൾ ചെയ്തു തരില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഈ മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് നമുക്കൊരു ബ്രെഡ് ക്രംബിങ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ കാണാൻ പറ്റുന്ന സയൻസ്. ഇതൊക്കെയായിരിക്കും. അവർക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല, അവര് എന്താ പറയാ, ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷാലോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റെസ്പോൺസുകൾ ആയിരിക്കത്തില്ല. നിങ്ങളെ എന്താ പറയാ, വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വാക്കും, എന്നിട്ട് ഒറ്റയടിക്ക് പോകും. അങ്ങനെയുള്ള ഒരു ഗോസ്റ്റിംഗ് ടൈപ്പിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് ആരെന്ന് പറയുന്നത് ബ്രെഡ് ക്രംബേഴ്സ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ വന്ന് ചോദിക്കുകയാണ് ആർ യു ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എസ് എന്നും പറയാൻ പറ്റുന്ന ഒരു ഇതാണ്, അതേസമയം നോ എന്നും പറയേണ്ടി വരും. അല്ലെ, കാരണം നിങ്ങൾക്ക് ഉറപ്പല്ല ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ല. അതൊരു പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ, ആരായാലും തന്നെ നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല. കാരണം യു ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. അതാണ് അവിടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, ഇന്റൻഷണൽ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ബ്രെഡ് ക്രംബേഴ്സും ഉണ്ട്, ചിലവർ ഇന്റൻഷണൽ അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ബ്രെഡ് ക്രംബേഴ്സും ഉണ്ട്. സോ ഓക്കെ ഫൈൻ, ഈ ബ്രെഡ് ക്രംബേഴ്സിന്, അതായത് ബ്രെഡ് ക്രംബിങ് ചെയ്യുന്ന ആൾ നമ്മൾ പറയുന്ന വാക്കാണ് ബ്രെഡ് ക്രംബർ, അല്ലെങ്കിൽ ബ്രെഡ് ക്രംബി എന്നും പറയാട്ടോ. അപ്പൊ ഈ രണ്ട് വാക്ക് നമുക്ക് പറയാം. അപ്പൊ ഈ സംഭവം ചെയ്യുന്നത് മാനിപ്പുലേഷൻ ആണ് ഇത് ചെയ്യുന്നത്. അതായത് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, മാനിപ്പുലേറ്റ് ചെയ്യാണ്.
അവർക്ക് അറിയാം നമ്മൾ ഒരാളെ നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ, ഒരാളെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തും ചെയ്തു തരുമെന്നൊന്നും അവർക്ക് അറിയുന്ന കാര്യം, ആ കോൺസെപ്റ്റ് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മുകളിലോട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഇന്റൻഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്, ലൈക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഈ പേഴ്സണ് എനിക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് അവർ തന്നെ ഒരു കൺഫ്യൂഷനിലാണ്. ചില സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ചിലപ്പോൾ ആ ആളിലൊപ്പം ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഞാൻ അവരെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു ആ ഒരു കണ്ടിന്യൂസ് ഒരു ഗിൽറ്റി ഫീലിംഗിലോ എന്തൊക്കെയോ കൂടെ കൺഫ്യൂഷൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള പോകുന്ന ഒരാൾക്കാരും അങ്ങനെയുണ്ട്. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോയിങ്ലി ആയിട്ട് ചെയ്യായിരിക്കും ഇത്. ഇപ്പുറത്തെ സൈഡ് ആരാ, നോയിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷനലും ഉണ്ട് അൺഇൻറ്റൻഷനലും ആയിട്ടുള്ള ബ്രെഡ് ക്രംബേഴ്സ്. ഓക്കെ, ഹേർട്ട്ഫുൾ ആണോ അതേപോലെ റെഡ് ഫ്ലാഗ് ആണോ? അപ്പൊ ആദ്യം നമുക്ക് ഹേർട്ട്ഫുൾ ആണോ അല്ലയോ എന്ന് പറയാം. ഉറപ്പായിട്ടും ഹേർട്ട്ഫുൾ ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംഡ് ആയിട്ടുള്ള ആ ആള്, ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ആ ബ്രെഡ് ക്രംഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് വിചാരിക്കും. ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ ആർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം ഐ എം നോട്ട് ഷുവർ ഞാനൊരു റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വാലിഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അതവിടെ വരുന്നു, കൺഫ്യൂഷൻസ് വരും, എനിക്ക് ഫ്രസ്ട്രേഷൻ വരും. കാരണം അത്രയും എനിക്ക് എൻ്റെ ഇമോഷൻസ് എങ്ങനെ കാണിക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ ഫ്രസ്ട്രേഷൻസ് വരും. അതേപോലെ വരുന്നതാണ് ഇൻവാലിഡേഷൻ. ഇൻവാലിഡേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്യുന്ന വാക്കുകളും അവർ പറയുന്ന വാക്കുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു സിങ്കിൽ പോകുന്നില്ല. അപ്പൊ അവിടെ എന്ത് വരുന്നു, വാലിഡിറ്റി വരുന്നില്ല. അവിടെ എന്താണ്, ഇൻവാലിഡിറ്റി ആണ് വരുന്നത്. അപ്പൊ ഇൻവാലിഡിറ്റി ആകും. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാള് ലൈക്ക് ഇടയ്ക്ക് വരുന്നു ഇടയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് വരുന്നു. അപ്പൊ ഹോപ്പ് തന്നെ വരുമ്പോൾ എന്താണ്, നമ്മൾ ലാസ്റ്റ് എന്തായി, ഹോപ്പ്ലെസ് ആയിട്ട് പോകും. ഹോപ്പ്ലെസ് നമുക്ക് ആരും വിശ്വാസമില്ലാത്ത രീതിയിലാകും, ട്രസ്റ്റ് പോകും, ഹോപ്പില്ലാതെ ആകും, നമുക്ക് സ്വയമായിട്ട് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നും, സെൽഫ് ഡൗട്ട് തോന്നും. അതായത് മേ ബി ഞാൻ എന്തെങ്കിലും കുറവ്, അയാളോട് കാണിക്കുന്ന സ്നേഹം കുറവ് കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും, സെൽഫ് ഡൗട്ട് തോന്നും, സെൽഫ് എസ്റ്റീം കുറയും. ഒത്തിരി കാര്യങ്ങൾ അയാൾ ആൻസൈറ്റിയിലൂടെ പോകും, പാനിക് അറ്റാക്സ് വരാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു ആളായിരിക്കും. ഇനി അയാൾക്ക് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ വരെ അതായത് പുതിയ കണക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോയി പുതിയതായിട്ട് പരിചയപ്പെടാൻ പേടിയായിരിക്കും. കാരണം വാട്ട് ഇഫ് അയാൾ ഒരു ബ്രെഡ് ക്രംബർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വൃത്തിക്ക് തന്നെ നിങ്ങളോട് പറയുന്നത്. ബിക്കോസ് സ്റ്റിൽ ഞാൻ അതിന്റെ ഇമ്പാക്ട് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതായത് അമ്മ എന്നെ ഈ ഇടയ്ക്കായിട്ട് കുറേ ആയിട്ട് അമ്മ ചീത്ത പറയുന്ന ഒരു കാര്യമാണ്, നീ വീട്ടിലാ തന്നെ ഇരുന്ന് നീ വെളിയിൽ വരണ്ടെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ വന്നു കഴിഞ്ഞാലേ, എനിക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ക ഒരു സോഷ്യൽ ബട്ടർഫ്ലൈനെ പോലെയാണ്. ആരെങ്കിലും കണ്ടാൽ സംസാരിക്കും, ഭയങ്കരമായിട്ട് അവരോട് മിങ്കിൾ ചെയ്യാൻ ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അവർ സംസാരിക്കുന്ന കാര്യത്തിനകത്ത് നോക്കിയിട്ട് ഞാൻ ഇതാക്കും. അതായത് ചില സമയങ്ങളിൽ എൻ്റെ മൂഡ് ഓക്കെ ആയിരിക്കില്ല, അപ്പം ഞാൻ സംസാരിക്കില്ല. പക്ഷേ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഞാൻ ഒത്തിരി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ആയിട്ട് വാട്ട് ഹാപ്പൻഡ്, പക്കാ ഡിറ്റാച്ച്മെന്റ് ആയി. അതായത് എനിക്ക് ഒരാളോട് കണ്ണു നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇമ്പാക്ട് വരികയാണെന്ന് ഇങ്ങനെ എപ്പിസോഡിക് ആയിട്ട്, ലൈക്ക് ഒരു മന്തിൽ ഒരു 2 വീക്സ് അങ്ങനെയായിരിക്കും, അടുത്ത മന്തിൽ ചിലപ്പോൾ 3 വീക്സ് അങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് ലെവലിൽ എനിക്ക് പീപ്പിൾസുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുക. പക്ഷെ ആ ഡിറ്റാച്ച്മെന്റിൽ എനിക്ക് സെൽഫ് ലവ് എന്നുള്ളൊരു സാധനം ചിലപ്പോൾ മേ ബി ഞാൻ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് അത് ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് അവിടെ ആ സെൽഫ് ലവ് ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഓക്കെ എന്നെ തന്നെ നോക്കാൻ ഒരു സമയം കിട്ടി. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ 5-6 തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അത്രത്തോളം എൻ്റെ സെൽഫ് എസ്റ്റീമും എനിക്ക് സെൽഫ് ഡൗട്ട് വരുന്ന രീതിക്ക് വരയ്ക്കും എനിക്ക് ആ ഒരു ബോണ്ടിങ് കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ബ്രെഡ് ക്രംബിങ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളും ചിലപ്പം ഈ ബ്രെഡ് ക്രംബിങ്ങിലൂടെ പെട്ടിട്ടുണ്ടാവും. അപ്പം ഉറപ്പായിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഈ. ഓക്കെ, റെഡ് ഫ്ലാഗ് ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്തത്. ഉറപ്പായിട്ട് ഇത് റെഡ് ഫ്ലാഗ് ആണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ഫ്ലാഗ് എന്തുകൊണ്ട് റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് അത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് കൈൻഡ് ഓഫ് ടോക്സിക് ആണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു കാര്യമായിട്ടായിരിക്കും പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബേർഡൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ബ്രെഡ് ക്രംബറിന്റെ ഒപ്പം ഉള്ള ഒരു ലൈഫ് ഉറപ്പായിട്ടും ഇറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ, ഈ ബ്രെഡ് ക്രംബിങ് ഉള്ള ടെൻഡൻസി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പേഴ്സണാലിറ്റിയിൽ വരുന്ന ആൾക്കാരായിരിക്കും എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നാർസിസ്റ്റിക് ആയിരിക്കും. നാർസിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് വലുത് എന്ന് ആലോചിക്കുന്ന ഒരു ടൈപ്പാണ്. മറ്റുള്ള എല്ലാവരും ആരൊക്കെ വന്നാലും നമ്മളെ
ചവിട്ടി താഴ്ത്തി തേച്ചൊട്ടിക്കുന്ന ടൈപ്പുള്ള പേഴ്സണാലിറ്റീസ് ആണ് നാർസിസ്റ്റിക് എന്ന് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ നാർസിസ്റ്റിക് ആയിക്കോട്ടെ, ഇനി അടുത്ത് പറയാൻ പോകുന്ന ആന്റി സോഷ്യൽ ആയിക്കോട്ടെ. ആന്റി സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുമായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതിനാണ് ആന്റി സോഷ്യൽ. അപ്പൊ ഇത് രണ്ടും ശരിക്കും കൂടുതലും എന്ന് പറഞ്ഞാൽ ഈ ടെററിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ടെററിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സീരിയൽ കില്ലേഴ്സിനോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ വരാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് ആണ് ഈ ബ്രെഡ് ക്രംബേഴ്സിന് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ഒരിക്കലും ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് സേഫ് ആയിരിക്കത്തില്ല. അത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് കുറെ കാലം സംസാരിച്ചിട്ടില്ല, പെട്ടെന്ന് ഒരു ദിവസം തിരിച്ചു വന്നിട്ട് അവർ നമ്മൾ സംസാരിക്കുന്നു, അപ്പൊ അതൊരു ബ്രെഡ് ക്രംബർ ആണോ എന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കരുത്. അങ്ങനെയല്ല, അത് ബ്രെഡ് ക്രംപിംഗ് അല്ല. എന്തുകൊണ്ട് ബ്രെഡ് ക്രംപിംഗ് അല്ല? കാരണം ആ ഫ്രണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്ത് എവിടെയായിരുന്നു? ആക്ഷൻസും വേർഡ്സും ഒരുമിച്ചായിരിക്കും. ഉറപ്പായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ ആക്ഷൻസും വേർഡ്സും ഒരുമിച്ച് ഒന്നായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, അവർ ബ്രെഡ് ക്രംബർ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ബ്രെഡ് ക്രംബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെയാണ്? അവരുടെ ഷാലോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ചെയ്യുന്ന സമയത്ത് അവരെന്തായിരിക്കും? ഷാലോ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും. അങ്ങനെ എന്താ പറയാ, ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മളത് എപ്പോഴും ആലോചിച്ചിട്ട് വേണം ബ്രെഡ് ക്രംബേഴ്സും ആരാ ബ്രെഡ് ക്രംബേഴ്സ് അല്ലാത്തത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് സയൻസ് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പോവുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എങ്ങനത്തെ ടൈപ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നോർമൽ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ബ്രെഡ് ക്രംബേഴ്സ് ആണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ബ്രെഡ് ക്രംബേഴ്സിന്റെ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ മെയിൻ ആയിട്ട് ഒഴിഞ്ഞു മാറാമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് എങ്ങനെ ഒരു ബ്രെഡ് ക്രംബറിൽ നിന്നും ഇഗ്നോർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഹൗ ദേ റെസ്പോണ്ട്, അവർ തനിയെ വന്നോളൂ. അവർ നിങ്ങളുടെ അവർ തനിയെ വന്ന് നമ്മളെ നോണ്ടിക്കോളും. ഒരു ഹായ് എന്നിട്ടൊരു മെസ്സേജ് അയക്കും, പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല, ഹായ് എന്ന് മെസ്സേജ് അയക്കും. അപ്പം നമുക്ക് അവർ ഓർമ്മ വരുമല്ലോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തനിയെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രിഗർ മാത്രം ഇട്ടിട്ട് പോകും. ഇതേ സമയം ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ കുറേ ദിവസം അവരോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ എങ്ങനെയായിരിക്കും? അവർ നമ്മുടെ അടുത്ത് വരും, എന്താ പറ്റിയ നിനക്ക്, നീ എന്താ കുറേ ദിവസമായിട്ട് എന്നോട് മെസ്സേജ് അയക്കാത്തെ, അങ്ങനെ ചോദിക്കും അല്ലെ. നിനക്ക് ഓക്കെ ആണോ, നിനക്ക് അസുഖമുണ്ടോ, വയ്യായ്മയുണ്ടോ, അങ്ങനെ ചോദിക്കുന്നത് ആരാണ്? നല്ല സുഹൃത്തുക്കളായിരിക്കും. അതേസമയം ഇവിടെ ബ്രെഡ് ക്രംബേഴ്സ് എങ്ങനെയാ ചെയ്യാന്നറിയോ? അവർ ഇതേപോലെ ഒരു ഹായ് അയക്കും. എന്തുകൊണ്ട് ഇത്ര ദിവസം, അതായത് അവർക്ക് വേണ്ടത് അറ്റൻഷനാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വരും ഹായ് അയക്കും. അപ്പൊ നമ്മൾ അവർക്ക് കുറിച്ച് ഓർക്കും, നമ്മൾ തിരിച്ചവർക്ക് മെസ്സേജ് അയക്കും എന്നുള്ളൊരു തോട്ടിലാണ് അവരിയ്ക്കുന്നത്. അതേപോലെ പിന്നെ പറയുകയാണെങ്കിൽ അവർ എക്സ്ക്യൂസസ് എന്ന് വെച്ചാൽ ഒരു കുന്നിലൂടെ എക്സ്ക്യൂസസ് പറയും, ഒരു കുന്നിലൂടെ. അത് നമുക്ക് നമ്മൾ വിശ്വസിച്ച് പോകും ചിലപ്പോൾ. ഓക്കെ, മേ ബി ഇതുകൊണ്ടായിരിക്കും കേട്ടോ, നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോകും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കുന്തം ഉണ്ടായിട്ടുണ്ടാവില്ല. ഒക്കെ അവരുണ്ടാക്കിയെടുക്കുന്ന, നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, സോ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, അവര് കുറേ ദിവസം ഒന്നും മിണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകും, ഓക്കെ സംഭവം അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്, ഞാൻ ബ്രെഡ് ക്രംബി ആണെന്ന് മനസ്സിലായി തോന്നുന്നുണ്ട്. അപ്പം നമുക്കൊരു ഇതായിട്ടൊരു സാധനമായിട്ട് നമുക്കൊരു ഹായ് അയച്ചു നോക്കാം എന്നുകൊണ്ട് അവരൊരു ഹായ് അയക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ എക്സ്ക്യൂസസ് പറയും. അതാണ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ബ്രെഡ് ക്രംബറെ ബീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഖത്തടിച്ച പോലെ പറയുക, നിനക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല, നീ ചെയ്യുന്നത് ബ്രെഡ് ക്രംബിംഗ് ആണ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഐ ക്വിറ്റ്. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ബിക്കോസ് നിങ്ങൾ അവിടെ എത്രത്തോളം ലോങ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നോ അത് നിങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യാം. കാരണം എന്താന്ന് പറഞ്ഞാൽ അതായത് ആ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. ആ പേഴ്സണ് നിങ്ങളെ അറ്റൻഷൻ വേണം, നിങ്ങളെ ആവശ്യമാണ്, അപ്പൊ നിങ്ങളെ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളാണ് ശരിക്കും അവിടെ കിടന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പൊട്ട സാധനമുണ്ട്. അതെന്ത് ചെയ്യും, നമ്മൾ ആ ആളിലൊപ്പം ജീവിക്കാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതാക്കാം, നാളെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കാം, നമ്മൾ ഇവിടൊക്കെ പോവാം, നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാം. ഇങ്ങനെ അത് ഏത് തരം ബോണ്ട് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ. എനിക്ക് പരമൊരു ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇങ്ങനത്തെ സാധനം കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. ഇത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ബ്രെഡ് ക്രംബിങ്ങിന് ഇരയാവാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു 2K കിഡ്സ് ആണ് ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ പോലും 2K കിഡ്സിനകത്തുള്ള ഒരുപാട് പേർക്ക് ഈ സാധനം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അറിയണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ ഇതേപോലെ ഉപയോഗിക്കും. അപ്പം നിങ്ങൾക്ക് അറിയണം ഹൗ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കുക. ഓൾവേസ് റിമെമ്പർ, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ ദ വേർഡ്സ്. അപ്പോൾ ആക്ഷൻസിനെ ബിലീവ് ചെയ്യുക,
ഗോ ഫോർ പേഴ്സൺ ഹു പുട്സ് എഫേർട്സ് ടു ടോക്ക് ടു യു. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞു പോവുക. നിങ്ങളത് റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എനിക്കില്ല എന്ന് തിങ്ക് ചെയ്ത് ഒരാളെ കണ്ടുപിടിക്കാൻ നോക്കുന്ന ആൾക്കാർ ഇത് മാത്രം എപ്പോഴും ആലോചിച്ച് പോവുക. എഫേർട്സ് ഉള്ള ഒരാളെ നോക്കുക, ആക്ഷൻസിലൂടെ ആണോ ആ ആൾ ഇതാക്കുന്നത് എന്ന് കാര്യം ഇമ്പോർട്ടൻ്റ് നോക്കുക. അപ്പൊ അടുത്തതായിട്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള കുറെ കണ്ടന്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യുക. വേഗം തന്നെ വരുന്നതായിരിക്കും. ഇനി ഞാൻ വീഡിയോസ് ഒത്തിരി വീഡിയോസ് ആയിട്ട് ഇനിയും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. ബൈ.